നമസ്കാരം. രാജ്യത്തെ പ്രമുഖ IT കമ്പനിയായ TCSന്റെ നാസിക് യൂണിറ്റിൽ നടന്ന ലൈംഗിക പീഡനവും നിർബന്ധിത മതപരിവർത്തനവും സംബന്ധിച്ച വാർത്തകൾ രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ TCS കമ്പനി ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പുറത്തു വന്നിട്ട്. അപ്പോഴൊന്നും കമ്പനി പ്രതികരിച്ചിരുന്നില്ല. കമ്പനി മൗനം പാലിക്കുകയായിരുന്നു. ഇപ്പോഴിതാ കമ്പനി മൗനം വെടിഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് TCSന്റെ CEOയും മാനേജിംഗ് ഡയറക്ടറുമായ K. കൃതിവാസനാണ് ഇപ്പോൾ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൃതിവാസൻ്റെ പ്രസ്താവന അനുസരിച്ച് TCS ഈ സംഭവത്തിൽ ബഹുമുഖ അന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. മാത്രമല്ല, മാധ്യമങ്ങളിൽ കമ്പനിയെക്കുറിച്ച് വന്ന അല്ലെങ്കിൽ കമ്പനിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പുറത്തു വന്ന ചില കാര്യങ്ങളിൽ ശക്തമായ നിഷേധക്കുറിപ്പ് ഇറക്കുകയും ഇപ്പോൾ TCS ചെയ്തിരിക്കുകയാണ്. അതായത് ഈ പ്രസ്താവനയിൽ പറയുന്നത്, ഞങ്ങൾ ബഹുമുഖ അന്വേഷണം നടത്തും. ഈ കാര്യങ്ങളെല്ലാം കമ്പനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെക്കുറിച്ചെല്ലാം ബഹുമുഖ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് ഭീമനായിട്ടുള്ള ഡെലോട്ടി എന്ന ഒരു സ്ഥാപനം, അതോടൊപ്പം തന്നെ നിയമസ്ഥാപനമായ ലീഡിംഗ് ലോ ഫേം ആയിട്ടുള്ള ട്രൈലീഗൽ, ഇങ്ങനെ രണ്ട് സ്ഥാപനങ്ങളെയാണ് ബാഹ്യ അന്വേഷണത്തിനായി TCS ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് കമ്പനികളുമാണ്, ഈ രണ്ട് ആഗോള സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ TCSൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ അന്വേഷണം നടത്തുന്ന ബാഹ്യ ഏജൻസികൾ. അതോടൊപ്പം തന്നെ TCS കമ്പനിയുടെ ഒരു ആന്തരികമായ അന്വേഷണവും നടത്തുന്നുണ്ട്. ഒരു ഇൻറ്റേർണൽ എൻക്വയറി നടത്തുന്നത് CEO ആയിട്ടുള്ള ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരതി സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിലും അന്വേഷണം നടത്തും. ഈ രണ്ട് അന്വേഷണങ്ങളുടെയും മേൽനോട്ടം വഹിക്കാനായി ഒരു ഉന്നതതല സമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി. ഈ സമിതിക്ക് മുന്നിലാകും അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുക. ഈ സമർപ്പിക്കപ്പെടുന്ന അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കമ്പനിയും ഇതിൻ്റെ നിയമ നടപടികളും അതുപോലെ തന്നെ മേൽ നടപടികളും ഒക്കെ സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ ഈ ആരോപണങ്ങളുടെയും പരാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പോലീസിൻ്റെ ഒരു അന്വേഷണം നടന്നു. മാത്രമല്ല, മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭീകരവിരുദ്ധ വിഭാഗവും ഇതിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും വിലയിരുത്തൽ അനുസരിച്ച് ഇതിൽ നടന്നിട്ടുള്ളത് വലിയ കുറ്റകൃത്യമാണ്. ഇതിന് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട്. മാത്രമല്ല, വിദേശ സഹായവും ഇതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭീകരവിരുദ്ധ ഏജൻസിയായ NIA അന്വേഷിക്കണം എന്നാണ് മഹാരാഷ്ട്ര പോലീസിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ NIA ഇതിൽ അന്വേഷണവുമായി രംഗത്തുണ്ട്. NIA ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ കമ്പനി പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. ഇത്തരം നിയമപരമായ അന്വേഷണങ്ങൾക്ക് പുറമെ എന്താണ് സംഭവിച്ചത് എന്ന് ബാഹ്യവും ആന്തരികവുമായ അന്വേഷണം നടത്തി കൃത്യമായ തിരുത്തലുകൾ വരുത്തും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്ത നിദ ഖാൻ എന്ന് പറയുന്ന HR മാനേജർ, ഈ HR മാനേജർ എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ഈ നിദ ഖാൻ ഒരു HR മാനേജർ അല്ലെന്നും ഇവർ ഒരു ടെലികോളർ മാത്രമാണ് എന്നുമാണ് കഴിഞ്ഞ ദിവസം മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത് രണ്ടും കമ്പനി തള്ളുകയാണ്. നിദ ഖാൻ HR മാനേജർ അല്ല, ടെലികോളറുമല്ല, മറിച്ച് നിദ ഖാൻ ഒരു പ്രോസസ് അസോസിയേറ്റ് മാത്രമാണ്. മാനേജീരിയൽ അധികാരങ്ങളോ അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെൻറ്റ് അധികാരങ്ങളോ ഇല്ലാത്ത ഒരു പ്രോസസ് അസോസിയേറ്റ് മാത്രമാണ് നിദ ഖാൻ എന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് TCS ഈ നാസിക് യൂണിറ്റ് അടച്ചിടാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. എന്നാൽ ആ റിപ്പോർട്ടുകളും TCS ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ നിഷേധിക്കുകയാണ്. കമ്പനിയുടെ BPO യൂണിറ്റ്, നാസിക്കിലെ BPO യൂണിറ്റ് ഒരു കാരണവശാലും അടച്ചിടില്ല. തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ആ യൂണിറ്റ് സുഗമമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ TCS അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളെ നിരസിച്ചുകൊണ്ടും ബാഹ്യവും ആന്തരികവുമായ അന്വേഷണ സമിതികളെ പ്രഖ്യാപിച്ചുകൊണ്ടും ഇപ്പോൾ ദിവസങ്ങൾ നീണ്ടുനിന്ന മൗനം മാറ്റി നിർത്തിക്കൊണ്ട് കമ്പനി രംഗത്ത് വന്നിരിക്കുകയാണ്. TCSന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ TCSന്റെ നാസിക് BPO യൂണിറ്റിൽ ധാരാളം പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് അവരുടെ മേലധികാരികളാൽ ഇരയായി എന്നും ഈ ലൈംഗിക പീഡനത്തിന് ശേഷം ഈ ലൈംഗിക പീഡന ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നും നിർബന്ധിതമായി മതം മാറ്റിയെന്നും ചില മതാചാരങ്ങൾ നടത്താൻ നിർബന്ധിച്ചുവെന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇങ്ങനെ ഒരു പരാതി ആദ്യം ലഭിക്കുന്നത് മഹാരാഷ്ട്രയിലെ
ജില്ലയിലെ പോലീസിനാണ്, നാസിക് പോലീസിലാണ്. ആ പരാതി വന്നതിനെ തുടർന്ന് പരാതിയിൽ പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയാനായി. കാരണം TCS രാജ്യത്തെ മുൻനിര ഒരു IT സ്ഥാപനമാണ്. അത്തരം IT സ്ഥാപനത്തിൻ്റെ പേര് തെളിവുകളില്ലാതെ ഇത്തരത്തിൽ വലിച്ചു കീറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ആദ്യം മഹാരാഷ്ട്ര പോലീസ് നടത്തുന്നു. മഹാരാഷ്ട്ര പോലീസ് ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമവും രഹസ്യവും സാഹസികവുമായ അന്വേഷണമാണ് നടത്തിയത്. വനിതാ പോലീസുകാർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളായി വേഷം മാറി ദിവസങ്ങളോളം ഈ കമ്പനിയിൽ പണിയെടുത്തുകൊണ്ടാണ് കുറ്റകൃത്യം നടത്തിയവർക്കെതിരായിട്ടുള്ള തെളിവുകൾ നേടിയെടുത്തത്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും ഈ പറയുന്ന സംഘത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും ഭീകരബന്ധമുണ്ടെന്നും ഒക്കെയുള്ള പ്രാഥമികമായ തെളിവുകൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അതിനെ തുടർന്നാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ 8 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തത്. ഈ HR മാനേജർ എന്ന് പറയുന്ന നിദാ ഖാനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിദാ ഖാൻ്റെ പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത്. കാരണം ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമായ ഒരു പ്രതിയാണ് നിദാ ഖാൻ എന്ന് പറയുന്നത്. ഈ പെൺകുട്ടികളെ ഈ പറയുന്ന കഴുകന്മാരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തത് നിദാ ഖാനാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അറസ്റ്റ് തടയാനായി നിദാ ഖാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് താൻ ഗർഭിണിയാണ് എന്നും അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് എന്നുമാണ്. അതുകൊണ്ട് അറസ്റ്റ് തടയണമെന്നും ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും നിദാ ഖാൻ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് നിദാ ഖാൻ്റെ തൊട്ടു പിന്നാലെയുണ്ട്. കഴിഞ്ഞ ദിവസം ഭിവണ്ടിയിൽ നിദാ ഖാനുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ ഇടപാടുകൾ നടന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭിവണ്ടിയിൽ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പക്ഷേ അവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവരെ നിയന്ത്രിക്കുന്ന ബാഹ്യ ശക്തികളുടെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലാണ് നിദാ ഖാൻ ഇപ്പോഴുള്ളത് എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. എന്തായാലും നിദാ ഖാനെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലും പ്രയത്നത്തിലുമാണ് മഹാരാഷ്ട്ര പോലീസ്. ഈ ഘട്ടത്തിലാണ് കമ്പനിയുടെ ഔദ്യോഗികമായ പ്രതികരണം വരുന്നതും.